ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്കറിയാം, വരുന്ന ജൂലൈ 5 ബഷീർ ദിനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ക്വിസ് മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. ആ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ടും കാണണം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യനും നൽകിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന് നിങ്ങൾ ഉത്തരം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണുക. അപ്പോൾ മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ടൈമർ ഉണ്ടാവും. ടൈം തീരുന്നതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കൊള്ളുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, തേന്മാവ്, പ്രേമലേഖനം. ഉത്തരം പ്രേമലേഖനം. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവലാണ് പ്രേമലേഖനം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോയുടെ അവസാനം എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം? ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം. ഓപ്ഷൻസ്: 1970, 1980, 1985, 1975. ഉത്തരം എന്താണ്? ഉത്തരം 1970 ആണ്. ബഷീറിന് കേന്ദ്ര സാഹിത്യ ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1970. അപ്പോൾ മാർക്ക് കൗണ്ട് ചെയ്യാൻ മറക്കരുത്. അവസാനം നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഓപ്ഷൻസ്: ചെവിയോർക്കുക, അന്തിമകാഹളം, ഭാർഗവീ നിലയം, ബാല്യകാലസഖി, മതിലുകൾ. ഉത്തരം ഇതാണ്: ചെവിയോർക്കുക, അന്തിമകാഹളം. വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം വരുന്ന ഏതാണ്? ചെവിയോർക്കുക, അന്തിമകാഹളം. അടുത്ത ചോദ്യം: നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഓപ്ഷൻസ്: ഓർമ്മയുടെ അറകൾ, ബാല്യകാലസഖി, മതിലുകൾ, പ്രേമലേഖനം. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്ന ഇതാണ്: മതിലുകൾ. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ എന്ന കൃതിയിലാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ്? ഓപ്ഷൻസ്: സർപ്പയജ്ഞം, പ്രേം പാറ്റ, യാ ഇലാഹി, ശബ്ദങ്ങൾ. ഉത്തരം ഏതാണ്? കമൻറ്റ് ചെയ്യൂ. ഉത്തരം വരുന്നത് ശബ്ദങ്ങൾ. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്: 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്ക്? 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: MT, സുഗതകുമാരി, മാധവിക്കുട്ടി, ബാലാമണിയമ്മ. ഉത്തരം എന്താണ്? ഉത്തരം ഇതാണ്: ബാലാമണിയമ്മ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ബാലാമണിയമ്മയ്ക്കാണ്. അടുത്ത ചോദ്യം ഇതാണ്: വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ്? വെളിച്ചത്തിനെന്തു വെളിച്ചമെന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഭാർഗവീ നിലയം, വിശ്വവിഖ്യാതമായ മൂക്ക്, അനർഘ നിമിഷം, ൻ്റുപ്പാപ്പക്കൊരാന ഉണ്ടായിരുന്നു. ഉത്തരം ഇതാണ്: ൻ്റുപ്പാപ്പക്കൊരാന ഉണ്ടാർന്ന്. വെളിച്ചത്തിനെന്തു വെളിച്ചമെന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ്?
എൻ്റെ ഉപ്പാപ്പക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കൂ, അടുത്ത ചോദ്യം ഇതാണ്. ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയുള്ളതാണ്? ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയുള്ളതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മതിലുകൾ, ബാല്യകാലസഖി, പ്രേമലേഖനം, നീലവെളിച്ചം. ഉത്തരം എന്താണ്? ഉത്തരം നീലവെളിച്ചം. ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം ഇതാണ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം. ഉത്തരം വരുന്നത് പാത്തുമ്മയുടെ ആട്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ ഒരു കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. ഏതാണ്? പാത്തുമ്മയുടെ ആട്. അടുത്ത ചോദ്യം ഇതാണ്. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മാധവിക്കുട്ടി, വയലാർ, ONV കുറുപ്പ്, ഇടശ്ശേരി. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. ഉത്തരം ONV കുറുപ്പ്. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ONV കുറുപ്പാണ്. അടുത്ത ചോദ്യം ഇതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? ഓപ്ഷൻസ്: 1908 ജനുവരി 21, 1908 ജനുവരി 2, 1908 ജനുവരി 20, 1908 ജനുവരി 25. ഏതാണ് ഉത്തരം? ഉത്തരം വരുന്നത് 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം 1908 ജനുവരി 21. അടുത്ത ചോദ്യം ഇതാണ്. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം. ഉത്തരം എന്താണ്? ഉത്തരം കോട്ടയമാണ്. ബഷീർ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? കോട്ടയം ജില്ലയിലാണ്. ഏത് സ്ഥലത്ത്? വൈക്കം തലയോലപ്പറമ്പിൽ. ഓക്കെ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ബഷീറിൻ്റെ ആദ്യ നോവൽ ഏതാണ്? ബഷീറിൻ്റെ ആദ്യ നോവൽ ഏതാണ്? ഓപ്ഷൻസ്: ഓർമ്മയുടെ അറകൾ, മതിലുകൾ, പ്രേമലേഖനം, വിശപ്പ്. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് പ്രേമലേഖനം. ബഷീറിൻ്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം. അടുത്ത ചോദ്യം. ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി. ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ഓപ്ഷൻസ്: ഓർമ്മയുടെ അറകൾ, പ്രേമലേഖനം, ആനപ്പൂട, വിശപ്പ്. ഏതാണ് ഉത്തരം? ഉത്തരം വരുന്നത് ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതിയാണ് ഓർമ്മയുടെ അറകൾ. അടുത്ത ചോദ്യം ഇതാണ്. ബഷീറിൻ്റെ ഏക നാടകം. ബഷീറിൻ്റെ ഏക നാടകം ഏതാണ്? മതിലുകൾ, കഥാബീജം, ബാല്യകാലസഖി, വിശ്വവിഖ്യാതമായ മൂക്ക്. ഏതാണ് ബഷീറിൻ്റെ നാടകം? ഉത്തരം കഥാബീജം. ബഷീറിൻ്റെ ഏക നാടകമാണ് കഥാബീജം. അടുത്ത ചോദ്യം ഇതാണ്. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്: EM അഷ്റഫ്, അടൂർ, MT, MP പോൾ. ഉത്തരം വരുന്നത് EM അഷ്റഫ്. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചിരിക്കുന്നത് EM അഷ്റഫ്. അടുത്ത ചോദ്യം ഇതാണ്. ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. ആ തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതായിരുന്നു? ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ ഒരു തീവ്രവാദ സംഘമുണ്ടാക്കി. ആ തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അക്ഷര കൈരളി, സാഹിത്യലോകം, വിജ്ഞാന കൈരളി, ഉജ്ജീവനം. ഉത്തരം ഇതാണ് ഉജ്ജീവനം. ഭഗത് സിംഗ് മാതൃകയിൽ ബഷീർ ഉണ്ടാക്കിയ തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതാണ്? ഉജ്ജീവനം. അടുത്ത ചോദ്യം ഇതാണ്.
മസറാത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ്. ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ്? മസറാത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യത്തെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ്. ഇത് ഏത് സാഹിത്യകാരനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻസ്: വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി, MT, SK പൊറ്റക്കാട്. ഉത്തരം വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. മസറാത്ത് ആരെക്കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ്? വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ബഷീറിന്റെ ഭാര്യയുടെ പേരെന്താണ്? ബഷീറിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഓപ്ഷൻസ്: സീനത്ത്, ഫാത്തിമ ബീവി, റംല ബീവി, ബീവാത്തുമ്മ. ഉത്തരം വരുന്നത് ഫാത്തിമ ബീബി. ബഷീറിന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബീവി. അടുത്ത ചോദ്യം ഇതാണ്. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി ബഷീർ എഴുതിയ കഥ. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായ ബഷീർ കൃതി ഏതാണ്? ഓപ്ഷൻസ്: സർപ്പയജ്ഞം, തങ്കം, മതിലുകൾ, ബാല്യകാലസഖി. ഉത്തരം വരുന്നത് തങ്കം. ഏതാണ്? തങ്കം. അടുത്ത ചോദ്യം ഇതാണ്. ബാല്യകാലസഖി, പാത്തുമ്മായുടെ ആട്, ൻ്റുപ്പാപ്പക്കൊരാനയുണ്ടാർന്ന് എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാല? ഓപ്ഷൻസ്: കേരള സർവകലാശാല, ന്യൂയോർക്ക് സർവകലാശാല, സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാല. ബാല്യകാലസഖി, പാത്തുമ്മായുടെ ആട്, ൻ്റുപ്പാപ്പക്കൊരാന ഉണ്ടാർന്ന് എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ച സർവകലാശാലയാണ് സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാല. അടുത്ത ചോദ്യം ഇതാണ്. നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സത്യൻ, മമ്മൂട്ടി, നസീർ, മധു. ഉത്തരം മധു. നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ മധു. അടുത്ത ചോദ്യം. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാലസഖി സിനിമ സംവിധാനം ചെയ്തതാര്? മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാലസഖി എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഭാസ്കരൻ, വിൻസെന്റ്, പ്രമോദ് പയ്യന്നൂർ, ശശികുമാർ. ഉത്തരം ഏതാണ്? പ്രമോദ് പയ്യന്നൂർ. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാലസഖി എന്ന സിനിമ സംവിധാനം ചെയ്തത് പ്രമോദ് പയ്യന്നൂർ. അടുത്തത്. ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി. ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി ഏതാണ്? ഓപ്ഷൻസ്: ആനപ്പൂട, വിശപ്പ്, മാന്ത്രിക പൂച്ച, തേന്മാവ്. ഉത്തരം വരുന്നത് മാന്ത്രിക പൂച്ച. അടുത്ത ചോദ്യം. കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യമെന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? ഓപ്ഷൻസ്: MN വിജയൻ, MP പോൾ, MK സാനു, അഷ്റഫ്. ഉത്തരം വരുന്നത് MN വിജയൻ. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യമെന്ന് വിലയിരുത്തിയ നിരൂപകനാണ് MN വിജയൻ. അടുത്ത ചോദ്യം. ബഷീർ അന്തരിച്ചത് എന്നാണ്? ബഷീർ അന്തരിച്ചത് എന്നാണ്? ഓപ്ഷൻസ്: 1994 ജൂലൈ 2, 1994 ജൂലൈ 9, 1994 ജൂലൈ 8, 1994 ജൂലൈ 5. ഉത്തരം വരുന്നത് 1994 ജൂലൈ 5. ബഷീർ അന്തരിച്ചതെന്നാണ്. 1994 ജൂലൈ 5-നാണ് ബഷീർ അന്തരിച്ചത്. അടുത്ത ചോദ്യം. ബഷീർ ദിനം എന്നാണ്? ബഷീർ ദിനം എന്നാണ്? ഓപ്ഷൻസ്: ജൂലൈ 8, ജൂലൈ 3, ജൂലൈ 1, ജൂലൈ 5. ഉത്തരം ജൂലൈ 5. ബഷീർ ചരമദിനമായ ജൂലൈ 5-ആണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? ഓപ്ഷൻസ്: ആനവാരിയും പൊൻകുരിശും, ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, ബാല്യകാലസഖി.
ഉത്തരം വരുന്നത് ആനവാരിയും പൊൻകുരിശും. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രമുള്ളത് ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബഷീറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കണ്ടത്. ഫ്രണ്ട്സ്, ഇതുവരെ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യൂ. ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് നൽകാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം. അപ്പോൾ ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഉത്തരം രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഉത്തരം കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്നും കൂടെ കണ്ട് ആ ചോദ്യം ഉത്തരം പഠിച്ചു വെക്കുക. ക്വിസ് മത്സരങ്ങളിൽ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല അല്ലേ? അതുകൊണ്ട് നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.